തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നാം 14-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഡിനൻസിയേഷൻ ഓഫ് ഗോഡ്ലെസ്നെസ്, നിരീശ്വരത്വത്തെക്കുറിച്ചുള്ള അപലപനം എന്ന് വേണമെങ്കിൽ അത് പറയാം. ഇതിനൊരു ഹെഡിങ് കൊടുക്കാനായിട്ട് സാധിക്കും. ദൈവനിഷേധികളെ തുറന്നു കാണിക്കുന്നൊരു സങ്കീർത്തനമാണ്. ഇതൊരു പ്രാവശ്യമല്ല, ഇത് തന്നെ 2 പ്രാവശ്യം, അതായത് 2 എണ്ണം 2 സാക്ഷികൾ ഒരു കാര്യം ഉറപ്പാക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരാളുടെ 2 സങ്കീർത്തനങ്ങൾ ഒരേ രീതി സാക്ഷിക്കുകയാണ്. 53-ാമത്തെ സങ്കീർത്തനം ഇതേപോലെ തന്നെ ചില വാക്കുകൾക്ക് മാത്രം വ്യത്യാസമുണ്ട് എന്നുള്ളതല്ലാതെ 2 ഒരേ സങ്കീർത്തനം തന്നെയാണ്. 2 പ്രാവശ്യം എടുത്തു പറയുമ്പോൾ അത് ഉറപ്പാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുമ്പോൾ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പറയുമ്പോൾ ആ കാര്യം സ്ട്രെസ് ചെയ്ത് പറയും, ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഈ നിരീശ്വരത്വത്തെ. അതിനോളം ഇത്ര മൂഢത്വമായി മറ്റൊന്നില്ല എന്നാണ് പ്രഖ്യാപിക്കുന്നത്. നമ്മളിവിടെ കാണുകയാണ്, 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുകയാണ്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരൊക്കെ നോക്കുന്നു. ഇവിടെ പറയുകയാണ്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് തൻ്റെ ഹൃദയത്തിൽ പറയുന്ന മനുഷ്യൻ, അവനൊരു എത്തിക്സും ഒരു ധാർമ്മികതയും അവന് കാണത്തില്ല. അവൻ എന്തും ചെയ്യാം, അവനൊരു നിയന്ത്രണം കാണത്തില്ല. അവന് മനസാക്ഷി നല്ലതായിരിക്കുമോ, ഗുഡ് കോൺഷ്യസ് ആയിരിക്കുമോ? കാണാൻ വഴിയില്ല. കാരണം ദൈവനിഷേധമല്ലേ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരു ഗുഡ് കോൺഷ്യസ്, ഒരു ഫിയർ ഓഫ് ഗോഡ് വരുന്നത്, ദൈവമുണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക്. അത് നമുക്കൊരു നന്മയാണ് അതിനെന്ന് പറയുന്നത്. മറ്റൊരു ഡെഡ്ലി പേഴ്സൺ എന്നാണ് പറയുന്നത്. ഈ ദൈവമില്ലാത്ത വ്യക്തിയെക്കുറിച്ച് പറയുന്ന അവൻ ഒരു ഡെഡ് ബോഡിക്ക് സമമാണ്, നിർജീവത്വമാണ് അതിനകത്ത് കാണുന്നത്, ജീവനില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇന്ന് നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട്, ചിന്തിച്ചിട്ടുള്ളൊക്കെ ആണെങ്കിലും ഏറ്റവും വലിയ ഭോഷത്വമാണെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരെ മാനിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അവർ മാനത്തിന് അർഹരല്ല, ദൈവനിഷേധികൾ. ലോകപ്രകാരം എത്ര ജ്ഞാനികളെന്ന് പറഞ്ഞാലും അവർ മൂഢരാണ്. ജ്ഞാനികളെന്ന് പറഞ്ഞുകൂടി മൂഢരായിപ്പോയി. കാരണം ഒരു കുഞ്ഞിൽ പോലും ഗ്രഹിക്കത്തക്ക ഗുണമുള്ളതായ ഈ ഒരു ചിന്ത അവർക്കില്ലാതെ പോയി. ഒരു സൃഷ്ടി അത് തനിയെ ഉണ്ടാകുന്നെന്ന് പറയുന്നതോളം ഭോഷത്വം എത്ര ഇതാണ്. ക്രിയേഷൻ, ഒരു സൃഷ്ടിക്ക് ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമല്ലേ? സൃഷ്ടാവില്ലാതെ ഇങ്ങനെ സൃഷ്ടി ഉണ്ടാകുക? അപ്പോൾ ആ സൃഷ്ടാവിനെ അവനെ അറിയത്തില്ലായിരിക്കാം, ഹൂ ഇസ് ഹി. ബട്ട് അതില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ഒരു പിതാവിനെ അറിയാത്തൊരു കുഞ്ഞ്, എപ്പോഴോ നഷ്ടപ്പെട്ട് പോയ ഒരു കുഞ്ഞായിരിക്കാം. എന്നാൽ അവനൊരു പിതാവുണ്ട്, അവനത് അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടില്ലാതെ വരുമോ? അതാണ് ഏറ്റവും വലിയ ഭോഷത്വം എന്ന് പറയുന്നത്. അതിലിവിടെ പറയുകയാണ്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഒരു ഇത് പറയുന്നുണ്ടത്, മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയും, മഹാമൂഢൻ അത് വാക്കിൽ പറയും, മഹാമൂഢൻ എന്നത് എഴുതി വെക്കുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്ക് ഒത്തിരിയുണ്ട്. ഇന്നും ഈ തലമുറയിൽ നിരീശ്വരത്വമൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. എളുപ്പമാണ്. ദൈവമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ എക്സാം ഇല്ലാത്ത ഒരു കുട്ടി എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും? ഒന്നുമില്ല. അവൻ്റെ പഠനം, ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്ക് എക്സാം ഇല്ല, അവൻ ഇന്ന് എക്സാം എന്ന് പറയുന്ന ആ ഒരു കടമ്പ ഉള്ളത് കൊണ്ടാണ് അനേകർ പഠിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ അവർ കേട്ടു വിട്ടു, പഠനത്തിന് അവർ താല്പര്യം അതിനുള്ള സ്ട്രെസ് അത് ചെയ്യുകയില്ല. അത് എന്ന് പറഞ്ഞ പോലെ ദൈവമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അവന് ആരോട് കണക്ക് ബോധിപ്പിക്കണം? അവന് സ്വന്തം ഇഷ്ടപ്രകാരം. തുടർന്ന് വരും വാക്യങ്ങൾ നമ്മൾ കാണാം. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവനാരുമില്ല. അവൻ സഹജീവികളെ സ്നേഹിക്കാൻ പോലും പറ്റുകയില്ല. വെറുതെ ആ സ്നേഹത്തിന് ഒരു ധാർമ്മികതയും കാണത്തില്ല. വെറും എത്ര അരാജകത്വമാണ് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അവൻ സ്വാർത്ഥനായിരിക്കും. അവൻ സ്വാർത്ഥത മാത്രമല്ല, അതിൻ്റെ അങ്ങേയറ്റത്ത് ഇതായിരിക്കും അവന്. അതുകൊണ്ട് ഏറ്റവും ഭയാനകമാണ് ഈ ദൈവമില്ല എന്ന് പറയുന്നത്. അങ്ങനത്തെ പ്രസ്ഥാനങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ ചിന്തിക്കുക, അത് അന്ത്യകാലത്തിൻ്റെ മറ്റു ലക്ഷണം കൂടിയാണ്. പക്ഷെ യഥാർത്ഥ ദൈവികത അവർക്കൊന്നും, ഒരു സാധുവിൻ്റെ വിശ്വാസത്തിൽ നിന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം അത് അടിയുറച്ചതാണ്, അവൻ അനുഭവിക്കുകയാണ്. അതാണ് അറിവ് കൊണ്ടാണ് ഇവർ അന്വേഷിക്കാൻ നോക്കുന്നത്. അറിവ് ചേർപ്പിക്കും,
സ്നേഹമോ ആത്മീയവർദ്ധന വരുത്തും. എന്നാൽ ദൈവത്തെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവത്തെ, അവൻ്റെ ജീവിത സാക്ഷ്യത്തെ മറ്റൊരുവിന് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവത്തെ അനുഭവിക്കുകയാണ് അവൻ്റെ ജീവിതത്തിൽ കൂടെ. അവനതിൻ്റെ പ്രത്യക്ഷമായ സാക്ഷ്യങ്ങളുണ്ട്. അവൻ്റെ ശരീരത്തിലുണ്ട്, ആത്മാവിലുണ്ട്, അവൻ്റെ ചിന്തയിലുണ്ട്, അവൻ്റെ ബോധത്തിലുണ്ട് പ്രത്യക്ഷമായ അടയാളങ്ങളുണ്ട്. ഒരു ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ദൈവസ്നേഹം ഇവിടെ നമ്മൾ കാണുക. അടുത്ത വാക്യം പറയുന്നത്, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിന് മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു. എന്നാൽ ദൈവം നോക്കുന്ന ആരെയാണ്? ദൈവം സ്വർഗ്ഗത്ത് നോക്കിയാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? അന്വേഷിക്കുന്ന ഒരുവൻ. അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. യഥാർത്ഥമായിട്ട് അന്വേഷിച്ചാൽ, അത് ഏതൊരു മാർഗത്തിലുള്ള വ്യക്തിയാണെങ്കിലും, ഏതൊരു മതങ്ങളിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, അവനായിരിക്കുന്ന സ്ഥലത്ത് അവൻ സത്യസന്ധതയോടെ അവൻ്റെ ആ ഭക്തിക്കുള്ളതായ മാർഗങ്ങൾ, അവൻ ആ നിഷ്ഠകൾ പാലിച്ചാൽ അവൻ ക്രിസ്തുവിനെ കണ്ടെത്തും, യേശുവിനെ കണ്ടെത്തിയിരിക്കും. കാരണം യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യഹോവ ഭക്തിയല്ല, യഹോവ ഭക്തനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിവോട്ടീസ് എല്ലാ മതങ്ങളിലും ഉണ്ട്. യഥാർത്ഥ ഭക്തരായവരുണ്ട്. അവർ ദൈവത്തെ കണ്ടെത്തും. അവർ യേശുവിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അന്വേഷിക്കുമ്പോൾ അവർ കണ്ടെത്തും. ഇവിടെ നമ്മൾ കാണുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗ്ഗത്ത് മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട്ട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അവർ അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് പ്രാർത്ഥിക്കുന്നില്ല. ഇതെല്ലാമാണ് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്നത്. വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീരുന്നു. ഒരു കുത്തഴിഞ്ഞ ജീവിതം, ലോ ഇല്ല, നിയമങ്ങളില്ല, ഒന്നുമില്ല. എത്തിക്സ്, ധാർമ്മികതയില്ല. അധാർമികതയാണെല്ലാം. ദൈവമില്ലെങ്കിൽ പിന്നെ എല്ലാം നിഷേധാത്മകമാണ്. അവൻ എത്ര ചമഞ്ഞാലും ശരി, അവൻ്റെ ഇന്നർ ബീയിങ് എന്ന് പറയുന്നത് ഈവിളാണ്. സാത്താൻ പോലും വിശ്വസിക്കുകയാണെന്നോ ദൈവം ഉണ്ടെന്ന്, അല്ലേ? സാത്താൻ പോലും വിശ്വസിക്കുക. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവനൊരു നാശമുണ്ടെന്ന് അവനറിയാം, ദൈവം ഉണ്ടെന്നറിയാം, ദൈവപുത്രനെ അവന് മനസ്സിലാക്കുന്നു, ഒരു ന്യായവിധി ഉണ്ടെന്നും അവൻ അവിടെ ഏറ്റു പറയുന്നുണ്ട്. അയ്യോ, എന്നെ സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കരുത് എന്നാണ് പിശാചുബാധനായ ഒരു മനുഷ്യനിൽ കൂടെ അലിയുവാൻ പറയുന്നത്. സമയത്തിന് മുന്നേ എന്നെ ദണ്ഡിപ്പിക്കരുത്. അപ്പോൾ അവനെ ദണ്ഡിപ്പിക്കുന്നൊരു സമയമുണ്ടോ എന്ന് അവനറിയാം. ഇവിടെ ഈ തോമസ് ബുക്സ് പറഞ്ഞിട്ടുണ്ട്, അതായത് നരകത്തിൽ നിരീശ്വരവാദി ഇല്ലെന്ന്. ഇവിടെ നരകത്തിൽ നിരീശ്വരവാദി ഇല്ല. കാരണം അവൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് മനസ്സിലാകും ദൈവം ഉണ്ടെന്ന്, സാത്താനുണ്ടെന്ന് അവന് മനസ്സിലാകും. അത് നരകത്തിൽ നിരീശ്വരവാദികളില്ല, ഭൂമിയിലാണ് നിരീശ്വരവാദികളുള്ളതെന്ന് ഒരു ചൊല്ല് വളരെ മനോഹരമായിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, അപ്പം തിന്നുന്ന പോലെ അവർ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയുണ്ടല്ലോ. അപ്പോൾ ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സാക്ഷ്യമുള്ള ജീവിതങ്ങളെ നമ്മൾ നോക്കണം. അവരുടെ ജീവിതങ്ങൾ ദൈവം പ്രവർത്തിച്ചു നോക്കണം. എത്ര തകർന്നു പോയ ജീവിതങ്ങൾ ദൈവം പണിതെടുത്തിട്ടുണ്ട്. സാക്ഷ്യങ്ങൾ, ടെസ്റ്റിമണീസ്, അത് നമ്മൾ ശ്രദ്ധിക്കണം ഓരോരുത്തരുടെ ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. തീരാരോഗങ്ങൾ, മാറാരോഗങ്ങൾ മാറുന്നത് എത്ര അത്ഭുതകരമായിട്ടാണ്. ചില വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നീങ്ങിപ്പോകുന്നത്. അസാധ്യമെന്ന് മനുഷ്യദൃഷ്ടിയിലും മനുഷ്യർ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ പ്രാർത്ഥനയാൽ സാധ്യമായി തീർന്നത്. അയ്യോ, എവിടുന്നോ അറിയാത്ത അജ്ഞാതമായ സഹായഹസ്തങ്ങൾ വന്നത്. ചില വ്യക്തികൾ, ദൈവദൂതന്മാർ മനുഷ്യരൂപത്തിൽ വന്ന് സഹായിച്ചിട്ടുള്ളത്. തിരിഞ്ഞു നോക്കുമ്പോൾ അവരില്ല. എത്ര സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ യഹോവ എവിടെയുണ്ട്? നീതിമാന്മാരുടെ തലമുറയിലുണ്ട് യഹോവ. ദൈവത്തെ അന്വേഷിക്കുന്നതിൽ അവരെ നീതിമാന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുക. ഉണ്ട്, ഒരു ദൈവം ജീവിക്കുന്നു. ഒരു യേശു നമുക്ക് വേണ്ടി കഷ്ടതയേറ്റ ഒരു യേശുവുണ്ട്, നിന്നയേറ്റ യേശുവുണ്ട്, ക്രൂശിതനായ യേശുവുണ്ട്, ഉദ്ധിതനായ യേശുവുണ്ട്, ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന യേശുവുണ്ട്. അവൻ്റെ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിലാണ് വസിക്കുന്നത്. ദൈവനിഷേധം മാറ്റിക്കളഞ്ഞ് സമ്പൂർണ്ണമായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവഭക്തി കൊണ്ട് നിറയ്ക്കപ്പെടുവാൻ, നമ്മുടെ ബുദ്ധിയെ ഭക്തി കൊണ്ട് ചുറ്റുവാൻ, ഭക്തി കൊണ്ട് പൊതിയുവാൻ. ബുദ്ധിയിലൊന്നും ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. കാരണം ദൈവം എത്ര ഉന്നതനാണ്. അണ്ടകിടാത്ത മെനഞ്ഞ ദൈവം നിസ്സാരാകുന്നത് നമ്മളെ ഓർക്കുന്നതിന് എത്ര അത്ഭുതകരമാണ്. തുടർന്ന് അവിടെ പറയുകയാണ്, അവൻ നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു, എന്നാൽ യഹോവ അവൻ്റെ സങ്കേതമാകുന്നു. എല്ലായിടത്തും ദൈവം ഫീബിളായിട്ടുള്ളവരുടെ പക്ഷം ചേർന്ന് നിൽക്കുകയാണ്. ദരിദ്രൻ്റെ, അനാഥരുടെ, വിധവമാരുടെ, എളിയവൻ്റെ, സാധുക്കളുടെ എല്ലാ വാക്കുകൾ തിരുവചനത്തിന് ദർശിക്കാൻ പറ്റത്തുള്ളൂ. ഒരു സെയിൻറ്റ് പറഞ്ഞിരിക്കുകയാണ്, മറ്റ് ഏതൊരു പ്രമാണങ്ങളെടുത്ത് നോക്കിയാലും
മതഗ്രന്ഥങ്ങളെടുത്ത് നോക്കിയാൽ അവിടെയൊന്നും ബൈബിളിലെടുത്തോളം ഈ ഒരു നന്മ, ഈ ഒരു എളിയവരോട് പക്ഷം ചേരുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റുകയില്ല. അവരെ സഹായിക്കുന്ന, അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റുകയില്ല. ഈ ദരിദ്രന്മാരെക്കുറിച്ച് പറയും, അവർ ദരിദ്രരാണ്, വിശ്വാസത്തിൽ ഒരു സമ്പന്നരാണെന്ന് പറയും യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ. ലോകപ്രകാരം ദരിദ്രരായ ഒരു വിശ്വാസത്തിൽ അവർ സമ്പന്നരായിരിക്കും. അവർക്ക് പല കാര്യങ്ങളും വിശ്വാസത്തിൽ നേടുന്നവരാണ് അവർ. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്ന യഹോവ അവൻ്റെ സങ്കേത, റെഫ്യൂജ് ഓഫ് ദ നീഡി അല്ലെങ്കിൽ ഫീബിൾ പേഴ്സൺസ്. ദൈവം അവരുടെ സങ്കേതമാണ്. അടുത്ത വാക്യം 7-ാം വാക്യം, സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അതെ, സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നു. ഇസ്രായേലിൻ്റെ രക്ഷ സിയോനിൽ നിന്നാണ് വരുന്നത്. മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ രക്ഷൻ എവിടെയാണ് വന്ന് ജനിച്ചത്? യെരൂശലേമിൽ, സിയോനിൽ, ദൈവത്തിൻ്റെ നഗരത്തിൽ. അപ്പോൾ യഹോവ അവൻ എന്ത് ചെയ്യുന്നു? കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവർ നിങ്ങളുടെ അടുക്ക വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അല്ലേ? അതായത് ഈ മനുഷ്യർക്ക് അസാധ്യം. പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളി മാറ്റാൻ പറ്റുമോ? കൂശ്യന് തൻ്റെ തൊക്കും, നീഗ്രോ അദ്ദേഹത്തിന് തൻ്റെ തൊക്കും മാറ്റാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ദൈവത്തിന് തിന്മ ചെയ്യുവാൻ ശീലിച്ചിരുന്ന് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. വിരോധാഭാസമാണ് അവിടെ പറയുന്നത്. പ്രകൃതിയിൽ അതങ്ങനെ അസംഭവ്യമാണ്. എന്നാൽ എത്ര നീചനായൊരു മനുഷ്യന് ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്നാൽ അവന് നല്ലവനാക്കുന്ന ഒരു ദൈവമുണ്ട്. അവനെ നീതീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ദൈവസ്നേഹം. അതാണ് സ്ഥിതി മാറ്റുന്ന ഒരു ദൈവം. ഗോഡ് ചേഞ്ച്ഡ് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി എല്ലാം മാറ്റിമറിക്കുന്ന ഒരു ദൈവം. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. യാക്കോബ് ദൈവത്തിൻ്റെ ജനമാണ്. യാക്കോബ് അതായത് ദൈവജനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവജനം സന്തോഷിക്കുന്നു. ഇപ്പോൾ ഒരു പാപി മാനസാന്തരപ്പെടും മാലഹമാരുടെ ഇടയിൽ സന്തോഷം എന്നാണ് പറയുന്നത്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ മാലഹമാരുടെ ഇടയിൽ ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ പ്രതിഫലനം അതിവിടെ ആ രക്ഷപ്പെടുന്ന ഭാവിക്കുമുണ്ട്. രക്ഷിക്കപ്പെടുന്ന, വിശുദ്ധീകരിക്കപ്പെടുന്ന, ജീവിതം മാറുന്ന ആ ഭാവി, അവൻ്റെ ജീവിതത്തിൽ ഈ യഥാർത്ഥമായ സന്തോഷം, അതാണ് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവ നിഷേധത്തെ നമുക്ക് പാടത്തള്ളിക്കളയാം. അങ്ങനെയുള്ളവരെ നമ്മൾ ആദരിക്കാതെ അത് പോഷത്വമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ കൂടുതൽ വിശ്വാസമുള്ളവരായിരിക്കാൻ അപ്പോസ്തലന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശ്വാസമുള്ളവരായി, ആഴത്തുള്ള വിശ്വാസമുള്ളവരായി, ഉറപ്പുള്ള വിശ്വാസമുള്ളവരായി, വിശ്വാസത്തിൽ സമ്പന്നരായി നമുക്ക് ജീവിക്കാൻ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അപ്പോൾ ഞങ്ങൾക്കൊരു സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞണ്ടകടകത്തെ മെനഞ്ഞൊരു സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കാൻ തന്ന കൃപയ്ക്കായ സ്തോത്രം. ആ തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന് വ്യക്തമായി ഞങ്ങളോട് പറയുമ്പോൾ കർത്താവെ, അത് മനസ്സിലാക്കാത്ത ആ നിരീശ്വരവാദത്തിലേക്ക് അറിയാതെ ഉറഞ്ഞു എഴുതിപ്പോൾ എല്ലാവരും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് പ്രത്യക്ഷമായ അനുഭവങ്ങൾ നൽകി അവരെ യഥാർത്ഥ സത്യബോധത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് യാചിക്കുന്നു കർത്താവേ. അങ്ങനെ അനേകരെ അവിടുന്ന് തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളതിനായി ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ തന്നെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവഭയം, ദൈവസ്നേഹം, ഇതെല്ലാം ഞങ്ങളെ നിറയ്ക്കണമേ. അപ്പോൾ ദൈവനിഷേധമാണ്, ദൈവത്തെ നിഷേധിക്കുന്നവിടെ ഒരു നന്മയിലെല്ലാം മ്ലേച്ഛതയാണ്, തിന്മയാണ് ഞങ്ങൾ കണ്ടു. എന്നാൽ കർത്താവ്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. നിനക്ക് പ്രസാദകരമായ ജീവിതം ഞങ്ങൾക്ക് ജീവിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ ദൈവത്തെ കണ്ടെത്താൻ മറ്റുള്ളവർക്കിടയായി തീരണമേ. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ എന്നുള്ള തിരുവചനം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാക്ഷ്യമായി മാറണമേ. ഞങ്ങളിൽ കൂടെ ദൈവ സ്നേഹം വെളിപ്പെടണമേ, ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടണമേ. അവിടെ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ കൂടെ ഞങ്ങൾ പകരപ്പെടണമേ എന്ന് ഞങ്ങൾ തിരുസന്നിധിയിൽ യാചിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന് തൻ്റെ അവസാനത്തുള്ള രക്തവരെയും ഞങ്ങൾക്ക് വേണ്ടി ചിന്തി തൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ഞങ്ങളെ രക്ഷകൻ, ഞങ്ങളെ വീണ്ടെടുപ്പുകാരനുമാകുന്ന പുത്രനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമുള്ളവരാകണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.